ലേബർ കോഡുകൾ പിൻവലിക്കുക, സ്വകാര്യവൽക്കരണവും ആസ്തി വിൽപ്പനയും ഉപേക്ഷിക്കുക, 26,000 രൂപ മിനിമം വേതനമാക്കുക തുടങ്ങിയ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് CATU അഖിലേന്ത്യാ അവകാശ സംരക്ഷണ ദിനം ആചരിച്ചു. കോഴിക്കോട് ആദായ നികുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് PK മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. അദാനിക്കും അംബാനിക്കും തന്നെ അംഗൻവാടി ജീവനക്കാരുടെയും അവകാശ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അവരുടെ ഒരു മാർച്ച് ഇപ്പോൾ ആദായ നികുതി ഓഫീസിലേക്ക് ഈ മാർച്ചിന്റെ തൊട്ട് പുറകിലായിട്ട് കടന്നു വരാനിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മൂന്നാമതും അധികാരത്തിൽ വന്ന സാഹചര്യത്തിൽ ആ ഗവൺമെന്റിന് എതിരായി CIT ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉയർത്തിക്കൊണ്ടുവന്ന ശക്തമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വലിയ തോതിലുള്ള ജനപിന്തുണ നഷ്ടപ്പെട്ട ഒരു ഗവൺമെന്റാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്നത്. നേരത്തെ BJPക്ക് തന്നെ കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, അവരുടെ മുന്നണിക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ 400-ലധികം സീറ്റുകൾ ലഭിക്കുമെന്ന വ്യാപകമായ പ്രചാരവേലകൾ നടത്തിക്കൊണ്ടാണ് BJP സഖ്യം തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളും കൃഷിക്കാരും സാധാരണ ജനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും എതിരായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളി ദ്രോഹ ജനദ്രോഹ നയങ്ങൾക്കെതിരായി നാം ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ സമരത്തിന്റെ പരിണിത ഫലമായി വലിയ തോതിൽ സമരങ്ങൾ ഉയർന്നു വന്ന പ്രദേശങ്ങളിലുള്ള നിന്ന് തെരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അങ്ങനെ അധികാരത്തിൽ വന്നിട്ടും കനത്ത തിരിച്ചടി ലഭിച്ചിട്ടും സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടി മാത്രം കേവലമായ ഭൂരിപക്ഷം ഒപ്പിച്ച് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നേരത്തെ അവർ തുടങ്ങിവെച്ച തൊഴിലാളി ദ്രോഹ ജനവിരുദ്ധ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലേബർ കോഡുകൾ നടപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ ശക്തമായി നടത്തുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അത് നടപ്പിലാക്കുന്നതിനുള്ള അവസാനത്തെ തീരുമാനത്തിലേക്ക് വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോ സംസ്ഥാന മന്ത്രിമാരെയും സംസ്ഥാന ഗവൺമെന്റുകളെയും എല്ലാം വിളിച്ചു ചേർത്ത് നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേബർ കോഡുകൾ നടപ്പിലാക്കിയാൽ തൊഴിലാളികൾക്ക് അവർ ഇന്ന് വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തൊഴിൽ സംരക്ഷണവും നിയമപരമായിട്ടുള്ള സംരക്ഷണവും നഷ്ടപ്പെടും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നാം ഇത് സംബന്ധിച്ച് നിരവധി സമരങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായും നടത്തിയിട്ടുള്ളതാണ്. ഈ ലേബർ കോഡുകൾ നടപ്പിലാക്കാനുള്ള നീക്കം പിൻവലിക്കണം എന്നുള്ളതാണ് ഈ അവകാശ പ്രഖ്യാപനത്തിന്റെ അവകാശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അതുപോലെ തന്നെ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്രയാണ്. നമ്മുടെ രാജ്യത്തെ സമ്പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളതാണ് BJP ഗവൺമെന്റിന്റെ നയം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കടലും കരയും ആകാശവും എല്ലാം വിറ്റഴിച്ച് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് തഴച്ചു വളരാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ BJP ഗവൺമെന്റ് മൂന്നാമതും അധികാരത്തിൽ വന്നപ്പം ശക്തമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ഒരു മാസത്തെ അനുഭവങ്ങളിൽ നമുക്ക് വ്യക്തമാക്കുന്നത്. ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ചെറിയ കൂലിക്ക് പണിയെടുക്കുന്ന സ്കീം തൊഴിലാളികൾ, സാധാരണ തൊഴിലാളികൾക്ക് ഇവർക്കെല്ലാം 26,000 രൂപ മിനിമം വേതനം അനുവദിക്കണമെന്ന നിരന്തരമായിട്ടുള്ള ആവശ്യം ഇക്കാലപത്രമായിട്ടും അംഗീകരിക്കാൻ ഗവൺമെന്റ് സന്നദ്ധമായിട്ടില്ല. ഏറ്റവും പ്രധാനമായി സമരത്തിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു മുദ്രാവാക്യം മിനിമം വേതനം 26,000 രൂപയായി നിശ്ചയിക്കണം എന്നുള്ളതാണ്. അതുപോലെ പ്രധാനപ്പെട്ട നിരവധി മുദ്രാവാക്യങ്ങളാണ് ഈ സമരത്തിന്റെ ഭാഗമായി നാം ഉന്നയിക്കുന്നത്. ഈ സമരത്തിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും ആദ്യമായി ഈ സമരകേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അംഗനവാടി ജീവനക്കാർ നേരത്തെ പറഞ്ഞതുപോലെ പ്രകടനമായിട്ട് ഇവിടെ എത്തിച്ചേരും. ആ സമരത്തിന്റെ ഭാഗമായി വരുന്ന സഖാക്കളെയും ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമരം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്
CIT-യുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയുമായിട്ട് സഖാവ് ബിജെപിക്ക് 40-ലധികം സീറ്റുകൾ നഷ്ടപ്പെടുമ്പോൾ കേവല ഭൂരിപക്ഷത്തിന് 20 സീറ്റുകൾ മാത്രം കൂടുതലുള്ള ആ മുന്നണി വരുമ്പോൾ പണ്ട് BJP ഗവൺമെന്റ് നടത്തിയതുപോലെ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെന്റ് നടത്തിയതുപോലുള്ള ജനവിരുദ്ധ നയങ്ങളും വർഗീയ പ്രചാരണങ്ങളും ഒരുപക്ഷെ ഒഴിവാക്കിയേക്കും എന്നായിരുന്നു നമ്മളെല്ലാവരും ധരിച്ചിരുന്നത്. പൊതുവെ നാട്ടുകാരൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്, പണ്ടൊക്കെ പോലെ ഒന്നും നടക്കില്ല. എന്നാൽ ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം എടുക്കുന്ന സമീപനങ്ങൾ അടിക്കടിയായിട്ട് ഞങ്ങൾ ഈ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തന്നെ നടപ്പിലാക്കും, ഈ നയങ്ങളായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന രീതിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദീർഘനാളായി ഇന്ത്യ രാജ്യത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനം നടത്തിയ അതിശക്തമായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് പാർലമെന്റിൽ തൊഴിൽ നിയമ ഭേദഗതികൾ പാസാക്കിയെങ്കിലും ആ ഭേദഗതികൾക്ക് ചട്ടമുണ്ടാക്കാനോ ആ ഭേദഗതികൾ പ്രാവർത്തികമാക്കാനോ നമ്മുടെ നാട്ടിൽ ശ്രമം നടത്തിയിരുന്നില്ല. അതിശക്തമായ കർഷക പ്രക്ഷോഭം, തൊഴിലാളികളുടെ ദേശീയ പണിമുടക്കങ്ങൾ, ഈ പണിമുടക്കങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് തൊഴിൽ നിയമ ഭേദഗതി തൽക്കാലം അവിടെ മാറ്റിവെച്ചതായിരുന്നു. എന്നാൽ വീണ്ടും അധികാരത്തിൽ വന്ന BJP-യുടെ നേതൃത്വം കൊടുക്കുന്ന മോദി ഗവൺമെന്റ് ആ നയങ്ങൾ നടപ്പിലാക്കാനുള്ള ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള വിജ്ഞാപനമാക്കിയിരിക്കുകയാണ്. ആ ചട്ടങ്ങൾ എന്താണ് പറയുന്നത്? ബ്രിട്ടീഷുകാരന്റെ കാലത്ത് പോലും ഇന്ത്യയിലെ തൊഴിലാളി വർഗം പോരാടി നേടിയെടുത്തിട്ടുള്ള 8 മണിക്കൂറാണ് തൊഴിൽ സമയം എന്നത് മാറ്റി 12 മണിക്കൂർ വരെ ജോലി ചെയ്യിപ്പിക്കാം എന്നാണ് എത്തുന്നത്. തൊഴിലാളിയുടെ മുകളിൽ അധ്വാന ഭാരം അടിച്ചേൽപ്പിക്കുകയാണ്. തൊഴിലാളിക്ക് ലഭ്യമാകേണ്ടുന്ന ഓവർ ടൈം ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയാണ്. എല്ലാ തൊഴിൽ നിയമങ്ങളും കാറ്റിൽ പറത്തുകയാണ്. തൊഴിലാളികൾക്ക് സംഘടന രൂപീകരിക്കാനുള്ള അവകാശത്തെ പോലും ചോദ്യം ചെയ്യാണ്.